ഒന്നാമത്തെ യൂണിറ്റിൽ പ്രവേശക പ്രവർത്തനവുമായി നൽകിയിരിക്കുന്നത് സുജാത ദേവി രചിച്ച കാടുകളുടെ താളം തേടി എന്ന കത്താണ്. സുജാത ദേവി തൻ്റെ ചേച്ചിക്ക് എഴുതിയ ലെറ്റർ. എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട്? 2 മാസം. ഇത്രനാൾ തനിച്ചു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു. കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ പോരെ? മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ. കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളമൊന്നു വേറെ. അത് സുഖകരമായ അനുഭൂതിയാണ്. കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല. ആ ഐന്ദ്രിയ അനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യയായി. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസറാക്കുമോ എന്നറിഞ്ഞില്ല. എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടിടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ. വേഗം നാട്ടിലെത്താം. വീട്ടിലെത്താൻ തിരക്കായി. സ്വന്തം അനിയത്തി സുജാത ദേവി.